സ്നേഹാവസ് ആണ്. പോസ്റ്റർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എപ്പോഴും കുഴപ്പിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. 2 തരത്തിലുള്ള പോസ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സന്ദേശം വെച്ച് എഴുതുന്നതും പിന്നെ ഒന്ന് പ്രോഗ്രാമിന് എല്ലാവരും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററും അല്ലെ. അപ്പൊ ഒരു പ്രോഗ്രാമിന് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ചോദിച്ചാൽ അതെങ്ങനെ എഴുതാം എന്നുള്ളതാണ്. എല്ലാത്തിനും ഏകദേശം ഇതേ ഫോർമാറ്റിലാണ് എഴുതുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? പെലെയുടെ ജന്മദിൻ സമാരോഹം. ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ്? ഒരു ആഘോഷം നടക്കുകയാണ്, ഒരു പരിപാടി നടക്കുകയാണ്. ആ പരിപാടിക്ക് എന്താണ്? എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പകുതി ആൻസർ എവിടെയുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. ആദ്യം എന്താണ് നടക്കുന്നത്? ജന്മദിന സമാരോഹമാണ്. അത് ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുന്നു. ആരുടേതാണ് നടക്കുന്നത്? പെലെയുടേതാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു? പെലെ എന്ന് എഴുതുന്നു. പിന്നെ ഇത് നോക്കിക്കേ, എപ്പോഴൊക്കെയാണ് പരിപാടി നടക്കുന്നത്? ഡേറ്റ്, ഡേ, ടൈം, പിന്നെ പ്ലേസ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഒരു ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഡേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കുക. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. പിന്നെ എന്താണ്? ഒരു ടൈം എഴുതി കൊടുക്കുക. ടൈം എങ്ങനെയായിരിക്കും? രാവിലെ ആയിരിക്കും എപ്പോഴും നടക്കുക. സുബഹ 10 ബജെ. ബജെ എന്ന് വെച്ചാൽ മണി എന്നുള്ള അർത്ഥമാണ്. 11 മണി, 11 ബജെ, അല്ലെങ്കിൽ 10 മണി, 10 ബജെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. പിന്നെ എന്താണ്? പ്ലേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതി കൊടുത്താൽ മതി. സ്കൂളിന്റെ പേര് GUP സ്കൂൾ സൈലം, GUP എന്തെങ്കിലും, GUP മറ്റേത് മറിച്ചേത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചോളാം. സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ എന്ത് ചെയ്താണ്? എല്ലാവരും സബ്കാ സ്വാഗത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നു. അത് കുറച്ച് വലുപ്പത്തിൽ എഴുതി വെക്കണം. ഏറ്റവും ലാസ്റ്റ് ഒരു ക്ലബിന്റെ പേര് എഴുതണം. ഇവിടെ സ്പോർട്സ് ക്ലബ്ബ് എന്നാണ് എഴുതിയത്. മക്കൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വെറും ക്ലബ്ബ് എന്നെങ്കിലും എഴുതി വെക്കുക. കാരണം ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് പോസ്റ്റർ ആണെങ്കിലും ക്ലബിന്റെ പേര് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ഒരു ബോക്സ് ഒക്കെ വരച്ച് നല്ല സുന്ദരക്കുട്ടപ്പനാക്കി വെക്കുക. ഇതാണ് നമ്മുടെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചിട്ട് പോയിക്കോളാം. എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ.